ഇല്ലേറാ പോവായിറാ ഇതെന്ത് മുഖത്തൊക്കെ പാല് കുടിച്ച പാട്. അയറയുടെ പുതിയ പൂച്ചക്കുട്ടിയാണ്. സൗണ്ടൊക്കെ കേൾക്കും. അയറ സൗണ്ട് കേൾപ്പിക്ക്. അമ്മയുടെ വാഗമണ്ണി പയ്യ പയറയ്ക്ക് വാങ്ങിച്ചതാണ് ഈ പൂച്ച. വാഗമൺ പൂച്ച ഇല്ലേറാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു 10 days ആയി കേട്ടോ. 10 ദിവസം എങ്ങനെ ഓടിപ്പോയെന്ന് അറിയത്തേ ഇല്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന ദിവസം എത്തിയേ. രാവിലെ ഇപ്പോൾ ഒരു സമയം 8:30 9 ആ ഒരു ടൈമാണ് കേട്ടോ. കുറേ ദിവസം വന്നപ്പോഴേ വിചാരിക്കുന്നുണ്ടേ ടെറസിൻ്റെ മേലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. പക്ഷേ ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. അറിയാമല്ലോ, ഇപ്പം ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ചൂട്. വെയിലുള്ള സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അത്രയും ചൂടാണ്. ഈ മരമൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, റബ്ബറിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞിട്ട് ഡെയിലി 2 വട്ടം മുറ്റം അടിക്കും കേട്ടോ. എന്നാലും ഒരു രക്ഷയില്ല. അടിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം ആകുമ്പോഴത്തേക്കും വീണ്ടും പഴയ പോലെ തന്നെയാവും. അങ്ങനെ അത്രയ്ക്ക് വെയിലും കാറ്റുമാണേ. ഈ ചൂടിൻ്റെ ഇടയ്ക്ക് അമ്മ നട്ട പച്ചക്കറിയൊക്കെ അത്യാവശ്യം ഒരു ഇത് നന്നായിട്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. എന്ന് വെള്ളം ഒഴിക്കുന്നത് കൊണ്ടൊക്കെ അത്യാവശ്യം ഉഷാറൊക്കെ ഉണ്ട്. അങ്ങനെ നിറയെ മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും കേട്ടോ. അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടെ ക്ലീൻ ചെയ്യണം, അങ്ങനെയൊക്കെ. പക്ഷേ ആ വരുന്ന ദിവസം തൊട്ട് തിരിച്ചു പോകുന്നതിനൊരു 2 ദിവസം മുന്നേ വരെ കാര്യങ്ങളെല്ലാം ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പോകാനൊരു 1 or 2 days ഒക്കെ ബാലൻസ് ഉള്ളപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ അങ്ങ് ഭയങ്കര ഫാസ്റ്റ് ആവും കേട്ടോ. അങ്ങനെ ഇന്ന് തിരിച്ചു പോകുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ സമയമില്ല കേട്ടോ ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വിചാരിച്ചെന്നാൽ നേരെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ തന്നെ വേഗം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട്. കാരണം എന്ന് വെച്ചാൽ നല്ലപോലെ വെയിൽ വന്നു കഴിഞ്ഞാൽ ടെറസിൻ്റെ മേലിൽ പിന്നെ കയറാനേ പറ്റത്തില്ല. വീടിന് ചുറ്റും ഒരുപാട് മരങ്ങളുള്ളത് കൊണ്ടും പിന്നെ ഒരു സൈഡ് ഞാൻ പറഞ്ഞിട്ടില്ലേ മുഴുവൻ റബ്ബറാണെന്ന്. അപ്പോൾ കാറ്റടിക്കുമ്പോൾ റബ്ബറിൻ്റെ ഇല മുഴുവൻ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലോട്ടും പിന്നെ ടെറസിലോട്ടൊക്കെയാണ് കേട്ടോ വീഴുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു 1 week കൂടുമ്പോൾ ഇത് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതുപോലെ ആവും കേട്ടോ. ഇത് ശരിക്കും ഒരു 2-3 ആഴ്ച മുന്നേ ഇവിടെ മുഴുവൻ അടിച്ചു വാരിയതെന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ വെയിൽ സമയം ആയതുകൊണ്ട് തന്നെ ഫുള്ള് ചപ്പ് വീഴുന്നത് കൊണ്ട് ഭയങ്കര മോശമായിട്ടാണ് ഉള്ളത്. മാത്രമല്ല ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഒരു ചെറിയൊരു മഴ സമയത്തൊക്കെയാണ് ഇത് അടിച്ചു വാരാനെങ്കിൽ നല്ല എളുപ്പമാണ്. പക്ഷേ ഇതിപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അടിച്ചു വാരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ടെറസിൻ്റെ മേലെ വന്ന് അധികം സമയമൊന്നും കളയാനില്ലായിരുന്നു കേട്ടോ. നേരെ ഞാൻ എൻ്റെ ജോലിയിലോട്ട് തന്നെ ഇറങ്ങി ഓരോരോ സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ അവിടെ ആയിട്ട് കുറച്ച് കൂടുതൽ ചപ്പുള്ള ഭാഗമെല്ലാം ഇങ്ങനെ തൂത്ത് കൂട്ടി വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ ചാക്കിൽ വാരുവാണ് ചെയ്തത്. ഈ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വയറ് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഓരോന്നിങ്ങനെ പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ആളെ ഈ ചപ്പിലൊന്നും ഞാൻ പിടിക്കാൻ വിട്ടിട്ടില്ല കേട്ടോ. കാരണം ഈ മാവിൻ്റെ ഇലയുണ്ട്, പിന്നെ അടുത്ത് അൽക്കേഷ്യയുണ്ട്, റബ്ബറുണ്ട്. അപ്പോൾ ഈ അൽക്കേഷ്യയുടെ ഇലയിലൊക്കെ ആണെങ്കിൽ കുഞ്ഞി പുഴുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴൊക്കെ ടെറസിൻ്റെ മേലെ വൃത്തിയാക്കാൻ വരും അപ്പോഴെല്ലാം എൻ്റെ കൈയെല്ലാം ചൊറിഞ്ഞൊരു പരുവായിട്ടാണ് ലാസ്റ്റ് ഇറങ്ങേണ്ടി വരുന്നത്. ഡസ്റ്റ് അലർജി ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഈ പൊടിയൊക്കെ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് അത് തടിക്കുകയും ചെയ്യും. ഈ കൊതുക് കുത്തിയതുപോലെ മുഴുവൻ ഇങ്ങനെ കൈയെല്ലാം ഇങ്ങനെ തടിച്ചു വരും. ആദ്യം ഒരു ഭാഗം മുഴുവൻ അടിച്ചു വാരി എല്ലാം ചാക്കിൽ വാരിയിട്ട് താഴെ കൊണ്ടിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും രണ്ടാമത് വന്ന് അതിൻ്റെ ബാക്കി ഭാഗം അത്രയും അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ അടിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പൂസ് പോകുന്നുണ്ട് കേട്ടോ. അവൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു പോവുകയാണ്. ആൾ കോളേജിലേക്ക് പോവുകയാണ്. അവനോട് ഞാൻ സംസാരിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആളിവിടെ ക്യാമറയൊക്കെ എടുത്ത് വെച്ചിട്ട് നിന്ന് മുഴുവൻ ഭയങ്കര കോപ്രായം കാണിക്കലാണ്. ക്യാമറ എവിടെ കണ്ടാലും ഇപ്പം വിടത്തില്ല കേട്ടോ. ഇതൊക്കെയാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുഴുവൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വന്നതെന്ന് വെച്ചാൽ ഞാനെല്ലാം അടിച്ചു വാരി ഓരോ സൈഡിൽ കൂട്ടി വയ്ക്കാം, അമ്മയെല്ലാം വാരാൻ വരണേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മേലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവസാനം അങ്ങനെ ചെയ്ത് ഒരു ഭാഗത്ത് ഇതായിട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോയി. അങ്ങനെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? ആദ്യം എങ്ങനെ ഇവിടെ കിടന്നതല്ലേ ഫുള്ള് ചപ്പായിട്ട്, ഇപ്പം മുഴുവൻ അടിച്ചു വാരി ഫുള്ള് നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ തറയിലെ കറുത്ത പൊടി പോകത്തില്ല കേട്ടോ. അതിങ്ങനെ അടിച്ചു വാരും തോറും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുവേ വെയിലായിട്ട്. അതിൻ്റെ അടുത്ത് മഴയാകുമ്പോഴത്തേക്കും ഇതെല്ലാം പോവും. അങ്ങനെ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് അവസാനത്തെ ചാക്ക് വേസ്റ്റും കൊണ്ട് ഞാൻ താഴെ ഇറങ്ങി കേട്ടോ. അതൊക്കെ ചാക്കിൽ വെച്ചിട്ട് തന്നെ ആദ്യം കൊണ്ട് തട്ടിയതെല്ലാം ആദ്യം തീയിട്ടെ. കാരണം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ
ഫുള്ള് ആളി കത്തിയാലോ എന്ന് വെച്ചിട്ട് അത് മാറ്റി വെച്ചിട്ട് ആദ്യം കൊണ്ടിട്ടതാണ് കേട്ടോ കത്തിക്കുന്നത്. മാവിൻ്റെ ഇലയും പിന്നെ ഈ റബ്ബറിൻ്റെ ഇലയ്ക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മൾ മറ്റ് ചപ്പൊന്നും കത്തിക്കുന്നത് പോലെയല്ലേ, കത്തിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇത് പുകയത്തുമില്ല, വേഗം ഇങ്ങനെ കത്തി തീരത്തേ ഉള്ളൂ. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് മാത്രമേ കത്തിക്കാൻ പറ്റത്തുള്ളൂ. അമ്മ അകത്തുനിന്ന് പറയുന്നുണ്ടായിരുന്നേ കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി വെള്ളം ഒഴിച്ചാൽ മുഴുവൻ അടഞ്ഞു പോകുമെന്ന് വെച്ചിട്ട് ഇപ്രാവശ്യം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ലേ. അങ്ങനെ പിന്നെ കുറേശ്ശെ ഇങ്ങനെ കൂട്ടി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ലോണം പണി കിട്ടി കേട്ടോ. കാരണം കൈയും കാലും എല്ലാം ചൊറിഞ്ഞിട്ട് ആ ഒരു കറുത്ത പൊടിയുടെയും പിന്നെ പുഴുവുണ്ട്, അതിൻ്റെയൊക്കെ ഒരു അലർജി ആയിട്ട് കൈയും കാലും എല്ലാം നല്ലോണം ചൊറിയുന്നുണ്ട് കേട്ടോ. പിന്നെ വേർപ്പും കൂടെ ആയപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്, അത്രയും ചൂടുമാണ്. അങ്ങനെ ആദ്യം കത്തിച്ചതൊക്കെ ഏകദേശം ഒരുവിധം കത്തിക്കഴിഞ്ഞ് ഫുള്ളിങ്ങനെ അണയാറായപ്പോൾ അടുത്ത് ചാക്കിൽ കൊണ്ടുവച്ചിരുന്ന വേസ്റ്റൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാം കത്തി തീരട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ അതിൻ്റെ സൈഡിലും കുറച്ചൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. വൃത്തിയാക്കാനായിട്ടുള്ളൊരു മൂഡ് വന്നു കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് കേട്ടോ പണി ചെയ്യാനായിട്ട്. പണി ചെയ്യാനൊന്നല്ല, ഇങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കത് വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ കാണാനൊരു ഭംഗിയില്ലല്ലോ. എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവിടേക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ മൈൻഡിന്. അടുത്ത് നമ്മുടെ ഒരു 2 മരം നിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് അതിലൊക്കെ നോക്കുന്നുണ്ട്. അതിന് ഈ തീ കാരണം അതിന് പണി കിട്ടുമോ അറിയില്ല. ഇനി 2 ദിവസം കഴിയുമ്പോൾ തന്നെ അറിയാം കേട്ടോ. കാരണം ഇതിൻ്റെ ചൂടടിച്ചിട്ട് അത് നശിച്ചു പോകുമെന്ന് ആകപ്പാടെ ഡൗട്ടാണ്. അതിന് വല്ലതും ഇത് മോശമായി കഴിഞ്ഞാൽ അമ്മ എന്നെ നല്ലത് പറയൂ കേട്ടോ. കാരണം വെള്ളം ഒഴിക്കാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഞാനത് അനുസരിച്ചിട്ടും ഇല്ലേ. അതുകൊണ്ട് എനിക്ക് ആകപ്പാടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ചെടി നശിച്ചു പോകുമെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് ഫാനൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു ഇത് ആശ്വാസമായി കേട്ടോ. കയ്യിലെ ചൊറിച്ചിലൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അറിയാമല്ലോ, ചോറെല്ലാം പുറത്താണ് കേട്ടോ വെക്കുന്നത്. ചോറ് പിന്നെ മീൻകറി അങ്ങനത്തെ സംഭവങ്ങളും പിന്നെ ആട്ടിന് വേണ്ട ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പുറത്തെ അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. മുന്നേ ഇത് നല്ല അടുപ്പായിരുന്നേ. പിന്നെ ഇതിൻ്റെ ഇതൊക്കെ ഇളകിപ്പോയിട്ട് പപ്പ പിന്നെ ഒരു വിധം അത്യാവശ്യം ഓട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. രാവിലെ പിന്നെ പെട്ടെന്നൊക്കെ പണിയൊക്കെ ചെയ്തിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെയൊന്നും വൃത്തിയാക്കാൻ അങ്ങനെ സമയമൊന്നും കിട്ടാറില്ലേ. അങ്ങനെ തീ നീക്കി വെക്കാൻ വന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അരി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് ഇങ്ങനെ മോശമായിട്ട് കിടക്കുന്ന കണ്ടപ്പോൾ ഒരു എന്തോ പോലെ തോന്നി. അങ്ങനെ പിന്നെ അവിടേക്ക് കൊണ്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ ചാമ്പലെല്ലാം ഇങ്ങനെ ചാക്ക് വെച്ചിട്ട് അതിലോട്ട് വാരി വെക്കലാണ് കേട്ടോ, തെങ്ങിൻ്റെ ചൂട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ സ്ലാബിൻ്റെ അടിയിൽ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ ചാമ്പലൊക്കെ ഇട്ട് വെക്കാനായിട്ട്. അങ്ങനെ എല്ലാം അതിലോട്ടാക്കിയിട്ട് അവിടെയൊക്കെ മുഴുവൻ ഇങ്ങനെ തുണിയിട്ട് തുടച്ച് നല്ല നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ 2 ദിവസം മുന്നേയുള്ള വീഡിയോയിൽ കണ്ടിട്ടില്ലായിരുന്നു നമ്മൾ മഞ്ഞൾ പറിച്ചതൊക്കെ. അങ്ങനെ അതൊക്കെ ഒരു സഞ്ചിയിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെറുതെ ഇരിക്കുമല്ലേ എന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പിന്നെ അരച്ച് ഇങ്ങനെ കയ്യിലും മുഖത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല കഷ്ണം നോക്കിയിട്ട് മാറ്റി വെച്ച് കേട്ടോ. ബാക്കിയെല്ലാം എന്നിട്ട് നമുക്കിങ്ങനെ പുഴുങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ വൃത്തിയാക്കുവാണേ. നമ്മൾ നേരത്തെ മണ്ണൊക്കെ വൃത്തിയാക്കി എടുത്തതാണെങ്കിലും ഇങ്ങനെ ഓരോ അല്ലിയായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ലോണം മണ്ണുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓരോരോ പീസായിട്ട് മുറിച്ച് വൃത്തിയാക്കിയിട്ട് ഹൈറ അതിൻ്റെ ഇടയ്ക്ക് മെഷീനിലൊക്കെ വന്ന് പണിഞ്ഞിട്ട് അതിൻ്റെ ബെൽറ്റൊക്കെ അഴിച്ചിട്ട് കേട്ടോ. ഈ മഞ്ഞൾ വൃത്തിയാക്കിയിട്ട് കഴുകുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു സ്മെല്ലാന്നറിയോ. ശരിക്കും ആ പച്ചമഞ്ഞളിൻ്റെ മണം അറിയുന്നത് അപ്പോഴാണ് കേട്ടോ. പിന്നെ കഴുകി കഴിഞ്ഞിട്ട് നേരെ ഒരു കലത്തിലാക്കിയിട്ട് നേരെ വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ. പഴയ കലത്തിലാണ് വെച്ചത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല ഉപയോഗിക്കുന്ന കലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറെല്ലാം പിടിക്കില്ലേ, പിന്നെ അതിൽ ചോറൊന്നും വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പഴയ കലത്തിലാണ് കേട്ടോ ഇട്ടിട്ട് വേവിക്കാൻ വെച്ച്. അത് വേവിച്ച് നല്ലോണം തണുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നേരെ വെയിലത്തിട്ട് ഉണക്കി എടുക്കുകയാണ് ചെയ്തത്. നേരെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ അലമാര ഒന്ന് പൊടി തട്ടിയെടുത്തതാണ് കേട്ടോ. പഴയ എൻ്റെ പഠിച്ച ബുക്സ് എല്ലാം ഇങ്ങനെ ഒരു കവറിലാക്കിയിട്ടെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. പഴയ പഠിച്ച നോട്ട്സും എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജി തോന്നി, ഇങ്ങനെ മറിച്ച് നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.